എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മനസ്സിന് സന്തോഷവും കുളിർമയും ഒക്കെ നൽകുന്ന ഒരു സ്ഥലമാണ് അമ്പലങ്ങൾ, അല്ലേ? ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ അമ്പലങ്ങൾ. പ്രത്യേകിച്ച് ഭഗവാനെ കാണുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇവിടുത്തെ അമ്പലങ്ങളിൽ ഭഗവാനെ നല്ല പോലെ ഒരുക്കി അണിയിച്ചൊക്കെയാണ് ഇരുത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെക്കാളും ഒത്തിരി വ്യത്യസ്തമാണ് ഇവിടുത്തെ അമ്പലങ്ങൾ എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിനെയും കൃഷ്ണ ഭഗവാനെയും ഒക്കെ നല്ല പോലെ, ദേവിയൊക്കെ നല്ല പോലെ നല്ല ഭംഗിയുള്ള പട്ടൊക്കെ ധരിപ്പിച്ച് ആഭരണങ്ങളൊക്കെ എല്ലാം ഇട്ട് മൂക്കുത്തി എല്ലാം ഇട്ട് സുന്ദരനും ആക്കി ഒരുക്കിയാണ് ഇവര് ഭക്തർക്ക് ദർശനം നൽകുന്നത് കേട്ടോ. അപ്പോഴ് ഈ ഒരു ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു രൂപം, ഭഗവാന്റെ ഈ ഒരു മാറ്റം ഒന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. കാരണം കേരളത്തില് അമ്പലങ്ങളിൽ പോയിട്ട് ആ ഒരു രീതിയിൽ തൊഴുതുകൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിൽ വന്ന് ഇങ്ങനെ ഒരു രൂപം കാണേണ്ടി വന്നപ്പോഴുള്ള അവസ്ഥ അതൊരു വ്യത്യസ്തമായിരിക്കുമല്ലോ, അല്ലേ? നമ്മുടെ മനസ്സും കൂടെ അതിനെ ഉൾക്കൊള്ളണ്ടേ, മനസ്സ് ഉൾക്കൊണ്ടാലല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓരിടത്തും ഭഗവാൻ, എല്ലാം ഭഗവാനല്ലേ, എല്ലാ രൂപങ്ങളും ഭഗവാനല്ലേ, ഈ സൗന്ദര്യമുള്ള ഈ രൂപവും നാട്ടിലുള്ള ആ രൂപവും എല്ലാം ഒരു ശക്തിയല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എനിക്ക് പിന്നെ ഭക്തി തോന്നി തുടങ്ങിയത് ഇവിടുത്തെ അമ്പലങ്ങളിൽ വരുമ്പോൾ കേട്ടോ. ഭഗവാൻ നല്ല സുന്ദരനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും അതിൽ നിന്നുള്ള ഒരു സന്തോഷവും ഒക്കെ തോന്നിയത്. അപ്പോൾ ഇന്നലെ ഇവിടെ ഗോവയിൽ ഒരു അമ്പലമുണ്ട്. കൃഷ്ണനും രാധാദേവിയും ഉള്ള ഒരു അമ്പലമാണ്. പ്രധാന പ്രതിഷ്ഠ കൃഷ്ണനും രാധാദേവിയാണ് കേട്ടോ. ഇത് ഒരു വലിയൊരു കമ്പനിയുടെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്, അവരുണ്ടാക്കിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ അത്രയും ഗ്രാൻഡ് ആയിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിൽ എത്രത്തോളം അത് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ വളരെ മനോഹരമായിരുന്നു. എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതിയാവില്ല, അത്ര ഭംഗിയാണ് കേട്ടോ. രാത്രി പോണം കേട്ടോ അവിടെ, അതാണ് ഒരു ഭംഗി. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അമ്പലം പൂർണ്ണമായിട്ടൊരു മഞ്ഞ നിറത്തിലായിരുന്നു. വളരെ ഭംഗി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോഴും ഇവിടെ അകത്ത് വന്നപ്പോൾ ഇതുപോലെ രാധാദേവിയും കൃഷ്ണ ഭഗവാനും ഉണ്ടായിരുന്നു, ശിവപാർവതിമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലക്ഷ്മണന്മാരുണ്ടായിരുന്നു, നമ്മുടെ വെങ്കടേശ്വര സ്വാമി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരെയും കണ്ടു തൊഴുതു. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ഒരു ഫീൽ എന്ന് പറയുന്നത്. നല്ല തണുത്ത കാറ്റും നിറച്ച് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിറച്ച് പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ പോകുമ്പോൾ വിശദീകരിച്ചൊരു മോർണിംഗ് ടൈമിൽ പോകുന്നെങ്കിൽ വിശദീകരിച്ചൊരു വീഡിയോ ഇടാം കേട്ടോ. അത്ര സൗന്ദര്യമുള്ള ഭംഗിയുള്ള ഒരു സ്ഥലം. അങ്ങനെ അവിടെ പോയി കണ്ടു തൊഴുതു. എല്ലാവരും വരുന്നെങ്കിൽ പറ്റുമെങ്കിൽ പോകുക കേട്ടോ.